പാറു അച്ഛൻ എന്തൊരു ചെയ്യണം നമുക്ക് നോക്കാമേ. എന്ത് ചെയ്യുന്നു? ഹലോ, വെള്ളം വേണ്ടേ? ഇല്ലെങ്കിൽ ഇവിടെ നിന്നെ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കൂ? ഇല്ല. രണ്ടുപേരും കൂടെ എന്നെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ്. എന്തിനാണ് പരിപാടി? രാവിലെ എണീച്ച് ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാതെ 4 മണിക്ക് 5 മണിക്കാണ് എണീറ്റത്. ഇനി അങ്ങോട്ട് നോക്കണ്ട. സമ്മതിക്കില്ല. നേരത്തെ എണീക്കുന്ന ഒരു ദിവസം സമ്മതിക്കില്ല. ഇനി അവൾ ആരെങ്കിലും എടുത്തുകൊണ്ടിരിക്കണം. പോയി കൊണ്ടിരുത്തടി അവളെ. ഇരിക്കുന്നില്ല, കരയണ കിടന്ന്. ഞാൻ ഇപ്പം വെള്ളം കോരി തീർന്നിട്ട് കുളിച്ചിട്ട് കരഞ്ഞെറിഞ്ഞൊരു തൊണ്ട പോയി. അപ്പം മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞ് അപ്പം ഇന്ന് വർക്കിന് പോകണം. അപ്പം പാവം വെള്ളം കോരി വെച്ച് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. സംഭവം മോട്ടർ സെറ്റ് ചെയ്യണം ഉടനെ. ഇല്ലേ, മോട്ടർ സെറ്റ് ചെയ്യണ്ടേ? നീ സമ്മതിക്കുമോ? നീ എന്തിനെങ്കിലും സമ്മതിക്കുമോ? ഇല്ല, സമ്മതിക്കൂല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പെട്ടെന്ന് വെള്ളം കോരി വെച്ചിട്ട് കുളിച്ച് ജോലിക്കുള്ള പരിപാടി നോക്കട്ടെ. ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയക്കും. ഹായ് കൂട്ടുകാരി. എന്തിനു പാറു പറേ സുന്ദരി പറേ. ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ഒന്നും പറയാത്ത? ഇങ്ങോട്ട് നോക്കൂ. വലിയ എല്ലാം റെഡിയാക്കി. ചോറില്ല കേട്ടോ, ചോറില്ല. ഗ്യാസ് തീർന്നു. ഗ്യാസ് ബുക്ക് ചെയ്യടാ. ഞാൻ മലയ്ക്ക് മുമ്പേ പറഞ്ഞു ഗ്യാസ് ബുക്ക് ചെയ്യാം. ഇതെന്തിനു ചെയ്യണ പല്ലി? മക്കൾക്ക് പല്ലിയൊക്കെ ഉണ്ട്. പാറിന് പല്ലിയൊക്കെ ഉണ്ട്. പാറസേ വാട ചേച്ചാ. എനിക്ക് തേക്കണ്ട. 2 പല്ലുള്ള തേച്ച് കളയാൻ പോകും. പല്ലിയൊക്കെ ഉണ്ട്. പാറുവിന് പല്ലിയൊക്കെ ഉണ്ട്. നോക്കട്ടെ വല്ലി നോക്കട്ടെ. വല്ലി കാണിച്ചാണ്. വല്ലി കാണിച്ചാണ്. വല്ലി നാക്കും പഠിക്കണം. എനിക്ക് നാക്കും പഠിക്കണോ പല്ലും തേക്കണോ? നമുക്ക് പല്ല് തേക്കാം. തിക്കടാവട്ടെ. നമുക്ക് 2 പേർക്കും പുട്ട് കൊണ്ടുവരി. ഞാനും രുദ്രയും കൂടെ പുട്ടിന് കാത്തിരിക്കുകയാണ്. പുട്ട് കൊണ്ടുവരാൻ പറ. അമ്മ പുട്ട് കൊണ്ടുവാ. എന്നും പുട്ടേ ഉള്ളു. പുട്ട് താങ്കൾ പറയണം. മാവില്ല വേറെ, ഇതേ ഉള്ളൂ. ഇനി അരി പൊടിപ്പിച്ചാലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് എന്നും ദിവസം ഗ്യാസ് നിന്റെ അടുത്ത് ഞാൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞ. അതെന്റെ കുഴപ്പമില്ലല്ലേ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഗ്യാസ് തീരാറായപ്പോഴേ ഞാൻ പറഞ്ഞു ഗ്യാസ് ബുക്ക് ചെയ്യും. എന്തൊരു പരിപാടി? അപ്പോൾ സുഹൃത്തുക്കളെ, പുട്ട് കഴിക്കാം. പുട്ട് കട്ടൻ. ഇതാ ഒരാൾ പുട്ട് തിന്ന പാടാണ് ഈ കിടക്കുന്നത്. എല്ലായിടത്തും അങ്ങനെ തിന്നു പുള്ളിക്കാരി. അപ്പോൾ ഓക്കെ, പുട്ട് തിന്നിട്ട് പെട്ടെന്ന് ജോലിക്ക് പോട്ട്. കോൺട്രാക്ടർ ഇപ്പോൾ വിളിച്ചിരുന്ന് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ മിക്ക ദിവസം താമസിച്ചാണ് ഇറങ്ങുന്നത്. പെട്ടെന്നില്ലട്ടെ, മഴക്കോളുണ്ട്. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വർക്കിന് പോവുകയാണ്. വർക്കിന് ഇറങ്ങി. ഓക്കേ, പോവാം. നീ വരുന്ന അവള് രാവിലത്തെ മഴക്കോളങ്ങ് മാറി കേട്ടോ. മഴയാണെങ്കിൽ നമ്മൾ ഓണം വെള്ളത്തിലാവും. ഇത്
കുറച്ച് നേരം വെയിലത്ത് വന്നിട്ട് ഇന്ന് ഫുൾ സമയം അത് വെയിലത്തായിരിക്കും. എറുമ്പ് കയറും. പോരെ ചാവി തരുമോ? ഓഫ് കേട്ടോ. എൻ്റെ ഹെൽമെറ്റും സാധനങ്ങളും തന്നിട്ട് ഈ സാധനം മേടിക്കൂ. അത് തറ വെച്ചോ. ഓക്കെ, എന്നെ കൊണ്ടുപോണില്ലേ? അപ്പോൾ ശരി എന്നാ, ടാറ്റാ. അപ്പോൾ സൈറ്റിൽ വന്നു കേട്ടോ. ഇവിടെയാണ് വർക്ക്. ഓക്കെ, ഡ്രസ്സൊക്കെ മാറട്ടെ. ബാക്കി വർക്കേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ പോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, സമയം 1 മണിയായി. ചോറ് കഴിക്കാൻ പോകണം. ഞാൻ വീട്ടിലാണ് പോകുന്നത് കേട്ടോ. ചോറ് കൊണ്ട് വന്നില്ല. ബാക്കി എല്ലാവരും പോയി. ഞാനേ ഉള്ളു. അപ്പോൾ ഓക്കെ, വീട്ടിൽ പോയിട്ടാണ്. എന്തിനാണ് പരിയമ്പുറത്തൂടെ രണ്ടുപേരും കൂടി? പശുവിനെ കിട്ടിയാ? പശുവിനെ കാണാൻ പോയാ? പശുവിനെ കണ്ടെത്തി കഞ്ഞി എന്തൊരു സാധനം. കഞ്ഞിയാ കുടിക്കുന്നത്? ഉച്ചയായില്ലേ? കഞ്ഞിയാണോ കുടിക്കുന്നത്? മിക്സിയിലടിച്ച് കുടിക്കുന്ന കഞ്ഞി? ഇവിടെ നീ താഴോട്ട് നോക്ക്. എന്തടി എൻ്റെ മുഖം എന്ത് മാറിയാ? എൻ്റെ മുഖത്തിന് കുഴപ്പമൊന്നുമില്ലല്ലേ? പിന്നെന്ത് അറിയാൻ വയ്യേ? ഇതേത് മാമൻ? അത് തന്നെ, രാവിലെ പോയപ്പോൾ ഇതല്ലായിരുന്നല്ലേ? അതാണ്, രാവിലെ പോയപ്പോൾ ഇതല്ലായിരുന്നല്ലേ? എന്തായാലും ഇവിടെ ഇങ്ങനെ നോക്കണം. അയ്യോ അയ്യ, വിഷ്ണു വിഷ്ണു വിഷ്ണു. വായോ വായോ വാ. അച്ഛനടുത്ത് ചോറിട്ടാൻ പറഞ്ഞാൽ പെട്ടെന്ന് അച്ഛന് പോണെന്ന് പറ. ചെറിയ ചൂടുണ്ടല്ലേ? ചൂടാ? എനിക്കാ വെള്ളത്തിൽ കളിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. വെള്ളത്തിൽ കളിക്കാന് ഇത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിൽ കൊണ്ടുവരുന്നത്. അവിടെ ചരുവത്തിന് വെള്ളത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിന്റെ കളിയാണ്. പിന്നെ എടുക്കാൻ സമ്മതിക്കില്ല. ഐറ്റംസ് ഒന്നും കാണിക്കാൻ മറന്നുപോയി, വിട്ടുപോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം കൂടെ ഇളക്കി. മീൻ കറി, എന്തേലും തോരനായിരുന്നു? മുട്ടക്കോസ്. അതിന് ഇവിടെ വേറെ പേര് എന്തൊക്കെയാണെന്ന് അറിയാം. ഇവിടെ മുട്ടക്കോസ് എന്ന് പറയും. അങ്ങനെയല്ല, എന്നാ അങ്ങനെ. മറ്റുള്ള സ്ഥലത്ത് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ഇവിടെ മുട്ടക്കോസ് എന്ന് പറയും. വേറെ എന്തൊരു പേര് പറയും? എന്നാ തോരൻ, പൊരിച്ച തല, എന്താ മീൻ? കുഴിയാള മീൻ. എനിക്ക് കഞ്ഞി. ഇപ്പൊ കഴിച്ച് തീരട്ടെ കേട്ടോ, എന്നിട്ട് ബാക്കിയുള്ളത്. ഓക്കെ. ഓ, ഒരാൾ കുളിച്ചിട്ട് വരുന്ന വരക്കമാണ്. ഓ, കുളിച്ചാ? ഉച്ചക്ക് കുളിച്ചാ? പിന്നെ എവിടെ കൊണ്ടുപോയി കുളിപ്പിച്ചടി അമ്മച്ചി? എടി മാറ്, എവിടെ കൊണ്ടുപോയി കുളിപ്പിച്ചു? പിന്നെ എവിടെ കൊണ്ടുപോയി കുളിപ്പിച്ചത്? തുണിയിടാൻ സമ്മതിക്കില്ല. വെള്ളം താന്ന് പനി പിടിക്കണം. എടുത്ത് കളഞ്ഞു നോക്ക്. തല കിടക്കട്ടെ. തുണി തലയിൽ വെച്ചേരെ. എന്തിനെടുത്ത് കളയുന്ന നീ? തലേന്ന് തുണി എടുത്ത് കളയില്ല. ഞാൻ ഇപ്പം പോവും. ഓ, ചുമന്നു. അപ്പം ഞാൻ പോട്ടെ കേട്ടോ. ഞാൻ സമയമായി, എനിക്ക് പോകണം. ഞാൻ പോണു. ശരി എന്നാ. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരുത്തി ഇവിടെ ഭയങ്കര നിർബന്ധമായിട്ട് സൂലയുടെ ഊപ്പാട് വരുത്തിയിട്ടാക്കിയാണ് കേട്ടോ. സൂലയെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അമ്മാതിരി കുരുത്തക്കേടായിരുന്നു പെണ്ണ്. എന്നിട്ടിരിക്കുന്ന കണ്ടില്ലേ? ഓ, ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ വരാൻ ഭയങ്കര പാട്. അമ്മച്ചി അങ്ങോട്ട് തിരിഞ്ഞപ്പം പറയ നീ
ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും, എല്ലായിടത്തും ഞാൻ പറഞ്ഞു കൊടുക്കും നീ കാണിക്കുന്ന കുരുത്തക്കേടുകൾ. ഓ നല്ല വിശപ്പ് കേട്ടാ, വിശന്ന് കുരുങ്ങി വന്നേന്ന്. ഫുൾ അടുക്കളയിൽ ചോറിടുന്നു. ഓ എന്തൊക്കെയുണ്ട്? അവിയലുണ്ട്, മീൻകറിയുണ്ട്, പിന്നെ ഇതൊരു വിരിച്ച്. ചേര വന്ന പുറത്ത് തോട്ടിൽ ചേര വന്നു, ചേരയെ കാണാൻ പോവാം. ചത്ത് കിടക്കുന്ന എവിടെ കിടക്കുന്നു? എവിടെ ചേര? എവിടെ ചത്ത് കിടന്ന് ചേര? തോട്ടിൽ വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ. ആദ്യത്തെ മഴയ്ക്ക് വന്ന വെള്ളമൊക്കെ കുറഞ്ഞു. ഇനി നല്ല മഴയുണ്ടെങ്കിൽ വെള്ളമുള്ളൂ. മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അമ്മേ ഞാൻ ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചിട്ട് നാളെ കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ. അതായത് ഒരു നിശ്ചയമുണ്ട്, ഒരു ചരട് കെട്ടുണ്ട്, അതിനെല്ലാത്തിനും പോകണം. അതിന് മുമ്പ് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്തു പറ്റി? ആ ഓ പിന്നെ ഇതാരുടെ കയറി ഇരിക്കുന്ന? ആരിത്? കൈ രണ്ട് വെച്ചിരിക്കുന്നു. ഏയ് ആരുടെ അത്? രാജാവാ? ഇവിടുത്തെ രാജാവാണ്. ഇവിടെ ആഹാരങ്ങളൊക്കെ കൊണ്ടുകൊടുക്കും രാജാവ്. ഭക്ഷണം കഴിച്ചാലും ഹായ്. അപ്പോൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. സംഭവം ഇവിടെ എന്തിനാണ് പരിപാടി എന്നുണ്ട്? രണ്ടുപേരും കൂടെ പാപ്പപ്പെട്ടി ചുവന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇത്ര നേരം ഇവിടെ പാപ്പപ്പെട്ടി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. തീർന്ന് കിട്ടിയാ നിനക്ക്? അമ്മച്ചി തന്ന്? അമ്മയാണോ മോളാണോന്ന് ഒരു മത്സരമാണ്. ഇത്തിരി പാപ്പമുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ എൻഡ് ചെയ്താലോ ഇന്നത്തെ? അയ്യോ ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നുമില്ല കേട്ടാ. ഇനിയിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യണം, കുളിച്ചിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. ഞാൻ പറയുന്നത് നാളെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഓക്കെ, എൻ്റെ പാപ്പപ്പെട്ടി. അപ്പം ശരി, എന്നാൽ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അതുവരെ ടാറ്റ ടാറ്റ പറയാം.